Hi friends, Viniz worldilekku ellarkkum swagatham. Ee channel subscribe cheyyatharakku ഒന്ന് subscribe ചെയ്ത് bell button കൂടി enable ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന all എന്നെല്ലാം കൂടി enable ആക്കിയാൽ മാത്രമേ ഞാൻ daily upload ചെയ്യുന്ന വീഡിയോസിന്റെ notifications അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഞാൻ ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് 4 വെറൈറ്റി നാനാണ്. അതിനായിട്ട് 4 പാത്രത്തിൽ ഓരോ കപ്പ് മൈദ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പിലും ഉണ്ടാക്കാം. അപ്പോൾ അത് ഗോതമ്പ് റൊട്ടിയായി പോവും. പകുതി മൈദയും പകുതി ഗോതമ്പും അങ്ങനെ എടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ 1.5 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറക്കാം കേട്ടോ. ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് വെള്ളമാണ്. അത് 4 ബൗൾ മൈദമാവ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ 4ലേക്ക് ഒഴിക്കാനുള്ള വെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഓരോന്നിലും 3 ടേബിൾ സ്പൂൺ വീതമാണ് ഒഴിച്ചു കൊടുക്കണം. അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് ആക്ടിവേറ്റായി വരട്ടെ. ആദ്യം ഒരു മൈദമാവിൻ്റെ മിക്സ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ 3 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈസ്റ്റിൻ്റെ വെള്ളം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എടുക്കുന്നത് സാധാരണ വെള്ളമാണ്. അതൊഴിച്ച് നമുക്കൊന്ന് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് സാധാ നാനാണ്, വൈറ്റ് കളറിലുള്ള നാൻ. നന്നായിട്ട് മിക്സ് ചെയ്ത് സോഫ്റ്റ് ആക്കി കൊടുക്കാം. ചപ്പാത്തി മാവിനേക്കാളും കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്ക് ആക്കി വെക്കാം. ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുമ്പോൾ നമുക്കിത് ഉരുട്ടി വെക്കാം. എന്നിട്ട് കയ്യിൽ കുറച്ച് എണ്ണ എടുത്തിട്ട് ഒന്ന് തൂത്ത് കൊടുക്കാം അതിൻ്റെ മുകളിൽ. എന്നിട്ട് നമുക്കിത് ഒരു ഡബിൾ സൈസ് ആവണ വരെ, ഇതിൻ്റെ നന്നായിട്ട് പൊങ്ങി വരണ വരെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ അടുത്ത ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിൽ മൈദയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഒഴിച്ചു കൊടുക്കേണ്ടത് 3 ടേബിൾ സ്പൂൺ ഈസ്റ്റ് നമ്മൾ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ആ ഈസ്റ്റ് വെള്ളമാണ്. എന്നിട്ട് ഈ പൊടിയായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇത് വെള്ളം വെച്ചിട്ടല്ല മിക്സ് ചെയ്യണത്, ഇത് ക്യാരറ്റ് വെച്ചിട്ടാണ്, ക്യാരറ്റിൻ്റെ ജ്യൂസ് വെച്ചിട്ടാണ് മിക്സ് ചെയ്യണത്. അപ്പോൾ ഇത് ക്യാരറ്റ് നാനാണ്. ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ക്യാരറ്റിൻ്റെ ജ്യൂസ് എടുക്കുമ്പോൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് ജ്യൂസ് ആക്കിയാൽ മതി. കുറേ വെള്ളം ഒഴിച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു ക്യാരറ്റ് എടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു സോഫ്റ്റ് ഡൗ ആക്കി എടുക്കാം. അപ്പോൾ നമ്മളിവിടെ ബീറ്റ്റൂട്ട് ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്, തക്കാളി ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് എണ്ണ തൂവിയിട്ട് അത് ആ ഡവിൻ്റെ മുകളിൽ, ആ മാവിൻ്റെ മുകളിലൊന്ന് തൂത്ത് കൊടുക്കാം. എന്നിട്ടൊരു നനഞ്ഞ തുണി കൊണ്ട് മൂടി വെച്ച് കൊടുക്കാം. ഇനി അടുത്ത മാവ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 3 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഒഴിച്ച് കൊടുക്കുകയാണ്, ഈസ്റ്റിൻ്റെ വെള്ളം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം വേണ്ടത് ഒഴിച്ചു കൊടുക്കുക. ഇതും ഒരു ബീറ്റ്റൂട്ട്, ഒരു ചെറിയ ബീറ്റ്റൂട്ടാണ് എടുത്തേക്കണത്. ഒരു അര ഗ്ലാസ് അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ വെള്ളം എടുത്തിട്ട് ജ്യൂസ് ആക്കിയാൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി ആവശ്യമുണ്ട് വെള്ളം, മീൻസ് ജ്യൂസ്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് നല്ലൊരു സോഫ്റ്റ് ഡൗ ആക്കി എടുക്കാം. ഇപ്പോൾ ഒരുവിധം ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഉരുട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ തൂവി കൊടുക്കാം. എന്നിട്ട് ഇതൊരു നനഞ്ഞ തുണി കൊണ്ട് മൂടി വെക്കാം. അടുത്തത് എടുത്തിട്ടുണ്ട്. അടുത്ത മാവ് എടുത്തിട്ട്, ഇതെല്ലാം ഓരോ കപ്പ് മാവാണേ. അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് 3 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്, ഈസ്റ്റിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തക്കാളിയുടെ ജ്യൂസാണ്. ഒരു തക്കാളിയാണ് എടുത്തേക്കണത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതും ഇപ്പം നന്നായിട്ട് കുഴച്ച് നല്ലൊരു സോഫ്റ്റ് ഡൗ ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീതയിൽ നമുക്ക് കുറച്ച് എണ്ണ തൂവി കൊടുക്കാം. എന്നിട്ട് മാറ്റി വെക്കാം. നനഞ്ഞ തുണിയിട്ടിട്ട് മാറ്റി വെക്കാം. ഇതെല്ലാം ഒരു 2 മണിക്കൂർ ഇരിക്കണതാണ് നല്ലത്.
ഇതിപ്പോൾ ഒരു 1.5 മണിക്കൂറായിട്ടുണ്ട്. ആദ്യത്തെ എടുക്കുമ്പോൾ ഒരു 1.5 മണിക്കൂറാണ് അയക്കണത്. ഇനിയിപ്പോൾ ഒരുവിധം ആയി വന്നിട്ടുണ്ട്. നമ്മൾ അതിനൊന്ന് ഇടിച്ച് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മീതയിൽ കുറച്ച് പൊടിയും കൂടി തൂവിയാലേ നമുക്കിനി ഇത് കുഴക്കാൻ പറ്റുള്ളൂ. കാരണം അത് കയ്യിൽ ഒട്ടിപ്പിടിക്കും അല്ലെങ്കിൽ. അപ്പോൾ നമ്മളിതിനൊന്ന് ശരിക്കും 3-4 ആയിട്ട് മുറിച്ച് കൊടുത്താൽ മതി, ഡിവൈഡ് ചെയ്തെടുത്താൽ മതി. ആദ്യത്തെ ഞാനൊരു 3-4 എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ വലിയ ബോൾസ് ആക്കിയാണ് എടുത്തേക്കണത്. കുറച്ച് പൊടി ഇട്ടിട്ട് നമ്മളൊരു ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ബോള് നമുക്ക് പരത്തിയെടുക്കണം. ഇതിപ്പോൾ പൊങ്ങി വന്നേക്കണോണ്ട് നമുക്ക് ഇത് പരത്താൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് പൊടി കൂടുതൽ ഇട്ട് കൊടുത്താലേ നമുക്കൊന്ന് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. നല്ലൊരു റൗണ്ട് ഷേപ്പാക്കി എടുക്കാം. കുറച്ച് കനത്തിൽ പരത്തിയെടുക്കാം. ചപ്പാത്തി പോലെ അത്രയും സോഫ്റ്റ് തിന്നായി പോകണ്ട. ഇപ്പോൾ ഒരെണ്ണം ആക്കി എടുത്തിട്ടുണ്ട്. അത് ചുടാനിട്ടിട്ട് നമുക്ക് അടുത്തത് ചെയ്താൽ മതി. കാരണം അത് പൊങ്ങിയ മാവായത് കാരണം പിന്നെ നമ്മളത് വെച്ചിട്ട് പിന്നെ എടുക്കാനൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോവും. ഇനി നമ്മളിതൊരു തവയിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ചൂടായ തവയിലേക്കാണ് ഇട്ട് കൊടുത്തേക്കണത്. ഒന്ന് ആയി വരുമ്പോൾ, ഒരു സൈഡ് ആയി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് ബബിൾസ് വന്നു തുടങ്ങിയിട്ടുണ്ട്, മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ബബിൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ എണ്ണ തേച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇട്ട് കഴിയുമ്പോൾ അത് ബട്ടർ നാനാവും. ഇപ്പോൾ ഞാൻ എണ്ണ തൂവി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാനെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് എടുക്കാം നമുക്ക്. അടുത്തത് ക്യാരറ്റിൻ്റെ നാനാണ്. അത് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഇടിച്ച് പരത്തി കൊടുക്കാം. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് പരത്തി കൊടുക്കാം, ഇടിച്ചു കൊടുക്കാം. അതിനെ പൊങ്ങി വന്നതൊക്കെ ഒന്ന് ഇടിച്ച് താത്തി കൊടുക്കാം. ഇനി കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും അത്. അല്ലെങ്കിൽ കുറച്ച് എണ്ണ തൂവിയാലും മതി. പക്ഷേ എന്തായാലും നമുക്ക് പരത്തുമ്പോൾ എണ്ണയില്ലല്ലോ, പൊടി തൂവിയല്ലേ പരത്തണം. അതുകൊണ്ട് പൊടി തന്നെ തൂവിയാൽ മതി. എന്നിട്ട് ഇതിനെ ഞാൻ 3 മുറിച്ച് കൊടുത്തിട്ടുണ്ട്. 3 ബോൾസ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് പരത്തി കൊടുക്കുക, നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇനി ഇതിനെ ചൂടായ തവയിലേക്ക് ഇട്ട് കൊടുക്കാം. 2 വശവും അപ്പുറം ഇപ്പുറം മാറി തിരിച്ചിട്ടും മറിച്ചിട്ടും എടുക്കാം. നന്നായിട്ട് പൊങ്ങി വരണവരെ വെയിറ്റ് ചെയ്യാം. ഈ പൊങ്ങി വരുമ്പോൾ അവിടെ ഒന്ന് അമർത്തി പിടിച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരും. കുറച്ച് കൂട്ടി വെച്ചാലും പെട്ടെന്ന് പൊങ്ങി വരും. ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കണത്. നിങ്ങൾക്ക് ബട്ടർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒന്നും ഒഴിക്കാതെയും എടുക്കാം. ഇതിപ്പോൾ എണ്ണ പരട്ടുമ്പോൾ ഒരു ഗ്ലോ വരുമല്ലോ, അതിനാണ് ഞാൻ എണ്ണ പരട്ടിയത്. ഇതിപ്പോൾ പൊങ്ങി വരുന്നുണ്ട്. ഇത് മുഴുവനായിട്ട് പൊങ്ങണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിതായി കഴിയുമ്പോൾ എടുത്ത് മാറ്റാം. ഇതുപോലെ എല്ലാം ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ എടുക്കുന്നത് ടൊമാറ്റോ, തക്കാളിയുടെ ആ ഡൗ ആണ്, മാവാണ്. അതും അതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇടിച്ച് പരത്തിയൊക്കെ കൊടുത്ത് ഇനി നമുക്കതിനൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. 3-4 ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. ഇനി അതിനെ പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രൈ പാനിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഒരു സൈഡ് ബബിളാകുമ്പോൾ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് ബബിൾസ് വരുമ്പോൾ എടുക്കാം. നന്നായിട്ട് പൊങ്ങി വരണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ബബിൾസ് വരണ ഭാഗത്തൊന്ന് അമർത്തി കൊടുത്താൽ മതി. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഇനി ലാസ്റ്റ് വണ്ണാണ്. അത് ബീറ്റ്റൂട്ടിൻ്റെ നാനാണ്. അത് ഇതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. എന്നിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. 3-4 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് പരത്തി കൊടുക്കാം. നന്നായിട്ട് ഡസ്റ്റ് ചെയ്തിട്ട് വേണം പരത്താൻ. ഇപ്പോൾ തവയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ബബിൾസ് വരണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക്
എണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇപ്പോൾ പൊടിയൊക്കെ കാണണ്ടല്ലോ, അവിടെ എണ്ണ ഒഴിച്ചു കൊടുത്താൽ ഇത്തിരി കൂടി ഒരു നല്ല കളറുണ്ടാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരട്ടെ, എന്നിട്ട് നമുക്ക് എണ്ണ തേച്ച് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മളതിലേക്ക് കുറച്ച് എണ്ണ തൂത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കാം. അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുത്ത് അവിടെയും ഒന്ന് ആക്കി കൊടുക്കാം, എണ്ണ തൂത്ത് കൊടുക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനാബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.